ബഹുമാനപ്പെട്ട അംഗം ശ്രീ UA ലത്തീഫ് 8 മിനിറ്റ് സംസാരിക്കും. കേരളത്തിലെ അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന മേഖലയാണ് വ്യവസായ രംഗം. അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകാൻ ഈ സർക്കാരിന് കഴിഞ്ഞ 8 വർഷമായി സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഒരു പുതിയ വലിയ സംരംഭം ആരംഭിക്കാൻ സാധിക്കുകയില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമായി തുടങ്ങി. കാരണം സാമ്പത്തിക ഞെരുക്കം, നോക്കുകൂലി, സമരങ്ങൾ, റെറ്റാപ്പിസം, ഇച്ഛാശക്തിയില്ലായ്മ. ഇവിടെ ചാണ്ടി ഉമ്മൻ സൂചിപ്പിച്ചതുപോലെ 29 പൊതുസ്ഥാപനങ്ങൾ നഷ്ടത്തിൽ, 2 അടച്ചുപൂട്ടി, 13 സ്ഥാപനങ്ങളിൽ ശമ്പളം നൽകാൻ സാധിക്കുന്നില്ല, പരമ്പരാഗത വ്യവസായങ്ങൾ തകർന്നു, സമഗ്ര വ്യവസായ നയമില്ല. സർ, ഒരു സുവർണ്ണ കാലമുണ്ടായിരുന്നു കേരളത്തിന്. കേരളത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് വ്യവസായ മന്ത്രിയുമായിരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെല്ലാം പദ്ധതികൾ. ഡിജിറ്റൽ കേരള നടപ്പാക്കി. കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്റ്റേറ്റാക്കി മാറ്റി. അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ പ്രണബ് മുഖർജി അത് ഉദ്ഘാടനം ചെയ്തു. അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് എല്ലാ കുടുംബങ്ങളും ഉപയോഗിക്കുന്നു. കേരളത്തിന് ഇന്റർനാഷണൽ അവാർഡ് ലഭിക്കുകയുണ്ടായി. സ്റ്റാർട്ടപ്പ് വില്ലേജ് ആരംഭിച്ചു. മെയ്ക്ക് ഇൻ കേരള പ്രോഗ്രാം നടപ്പിലാക്കി. ജീവനക്കാർക്ക് സ്പാർക്ക് പദ്ധതി, കിൻഫ്ര പാർക്ക്, ടെക്നോ പാർക്ക്, സൈബർ പാർക്കുകൾ സ്ഥാപിച്ചു. ഡിഫൻസ് പാർക്ക് ഒറ്റപ്പാലത്ത് പൂർത്തിയാക്കി. ഒറ്റപ്പാലത്ത് സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്റർ ടെക്നോ പാർക്കിൽ ആരംഭിച്ചു. വീഡിയോ കോൺഫറൻസ് സംവിധാനം വകുപ്പുകളിൽ ഏർപ്പെടുത്തി. ഇൻക്യുബേഷൻ സെൻ്ററുകൾ കോളേജുകളിൽ, സർവകലാശാലകളിൽ ആരംഭിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സുതാര്യമായ ഭരണനിർവഹണത്തിനായി ഈ ടെൻഡർ, ഈ പ്രൊക്യൂർമെൻറ്റ്, ഈ ഓപ്ഷൻ, ഈ പേയ്മെൻറ്റ് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലാണ് സർ അത് നടപ്പാക്കിയത്. കേരളം വ്യാവസായികമായി വളരണമെങ്കിൽ UDF അധികാരത്തിൽ വരണം എന്ന തോന്നൽ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് മുസ്ലിം ലീഗിന് വിജയത്തിൽ മത്തുപിടിച്ചിരിക്കുന്നു എന്ന് ആക്ഷേപിക്കുകയുണ്ടായി. ഞങ്ങൾ മത്സരിച്ച 2 മണ്ഡലങ്ങൾ മലപ്പുറം, പൊന്നാനി, ഈ മണ്ഡലങ്ങളിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വോട്ടെണ്ണുന്നതിന് മുമ്പ് ആഹ്ലാദ പ്രകടനങ്ങളിൽ എതിരാളികളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ മുദ്രാവാക്യങ്ങൾ പോലും വിളിക്കരുത് എന്ന് ശക്തമായി നിർദ്ദേശിച്ച പ്രസിഡന്റാണ് സർ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സഖാവ് ഗോവിന്ദ മാഷും തൃശ്ശൂരിലും ആറ്റിങ്ങലും അതുപോലെ തന്നെ രാജസ്ഥാനിലെ പല സീറ്റുകളിലും നിങ്ങൾക്ക് ലഭിച്ച വോട്ടുകൾ മുടിനാരിലെ കീറി ഞങ്ങളെ പഠിപ്പിക്കുന്നത് കേട്ടു. ഈ പഠനം 34 കൊല്ലം നിങ്ങൾ ഭരിച്ച ബംഗാളിൽ അസംബ്ലിയിലും പാർലമെന്റിലും മുഴുവൻ സീറ്റുകളിലും കെട്ടിവെച്ച പണം നഷ്ടപ്പെട്ടിട്ട് എഴുന്നേൽക്കാൻ പോലും സാധിക്കാതെ അടിതെറ്റി വീണ ആനയെപ്പോലെ കിടക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ തിരിച്ചു ചോദിക്കട്ടെ സർ, ഇത് അധികാരത്തിന്റെ മത്തുകൊണ്ട് സംഭവിച്ചതാണോ ചോദിക്കുക. ബംഗാളിലും ത്രിപുരയിലും ശക്തി കണ്ടപ്പോൾ സഖാവ് ജ്യോതി ബാസുവിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിച്ച കാലമുണ്ടായിരുന്നു. ഇന്ന് സ്വപ്നത്തിൽ പോലും അതിന് സാഹചര്യമില്ലാതായത് എന്തുകൊണ്ട് എന്ന് പഠിക്കേണ്ടതല്ലേ സാർ? സഖാവ് ലെനിൻ 1924 ജനുവരി 21 മരിച്ചു ഗോർഖിയിൽ വെച്ച്. ഇസ്ക്ര എന്ന പ്രസിദ്ധീകരണത്തിലൂടെയായിരുന്നു അദ്ദേഹം വിപ്ലവം നയിച്ചിരുന്നത്. അദ്ദേഹം ലോകത്തിന് നൽകിയ ഒരു സന്ദേശമുണ്ട് കമ്മ്യൂണിസത്തെ പറ്റി. കമ്മ്യൂണിസം സ്റ്റാൻഡ്സ് ഫോർ ജസ്റ്റിസ് ആൻഡ് ട്രൂത്ത്. ഇറ്റ് ഈസ് കോമൺ ലേബർ ഫോർ ദ ഗുഡ് ഓഫ് ഓൾ. ഇറ്റ് ഈസ് ഫിയർലെസ് ട്രെയിൽ ബ്ലേസിംഗ് in search of the new. It is our dream of happiness and a fine and wonderful life for all. എന്തൊരു നല്ല സന്ദേശം! ആ സന്ദേശം ലഭിച്ച് 100 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ന് കേരളത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ സ്ഥിതി ഒന്ന് പരിശോധിക്കുന്നതാണ്. ഈ സന്ദേശം ലഭിച്ചു സർ. 100 വർഷം കഴിഞ്ഞു. കേരളത്തിൽ കമ്മ്യൂണിസം എത്തിയത് വടകര തെരഞ്ഞെടുപ്പ് കണ്ണടയിലൂടെ പരിശോധിച്ചാൽ നമ്മൾ കാണുന്നു 4 വോട്ടിന് വേണ്ടി സത്യവും നീതിയും ഡിക്റ്റേറ്റർഷിപ്പ് ദ പ്രോളിറ്റേറിയറ്റ് എന്ന കമ്മ്യൂണിസ്റ്റ് ആശയവും വലിച്ചെറിഞ്ഞ് കാഫിർ എന്ന ഗ്രീൻ ഷോട്ടിലൂടെ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ശ്രീമതി KK ലതിയെ പോലെയുള്ള CPM നേതാക്കളുടെ പ്രവർത്തനമാണ് സർ ഞങ്ങൾ കണ്ടത്. ഫാസിസ്റ്റ് മാർക്സിസ്റ്റ് കൂട്ടായ്മയായി ഞങ്ങൾ ഇതിനെ പച്ചക്ക് കാണുകയാണ്. ശ്രീമതി കാനത്തിൽ ജമീലയോട് ഒരു വാക്ക്. അങ്ങ് CPM പ്രാദേശിക നേതാക്കൾ എന്തൊക്കെയോ പറഞ്ഞ് ലീഗിനെതിരായി സഭയിൽ സംസാരിപ്പിച്ചു. ഞങ്ങൾ ദിക്ർ ചൊല്ലിപ്പിച്ചു വോട്ട് ചോദിച്ചു എന്ന് പറഞ്ഞു. ദിക്ർ എന്ന പദത്തിൻ്റെ അർത്ഥം അധികം ആളുകൾക്ക് അറിയുമോ എന്നറിയില്ല. ദിക്ർ ചൊല്ലി വോട്ട് ചോദിപ്പിച്ചു.
ഞങ്ങൾ പേര് കാണിച്ച് വോട്ട് ചോദിച്ചു എന്നൊക്കെയാണ്. നിങ്ങൾ അറിയണം, ഇവിടെ ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് അസംബ്ലിയിലേക്ക് തിരിച്ചു വരാൻ ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മലപ്പുറം ജില്ലയിൽ ഒഴിവുണ്ടായിരുന്ന ലീഗിന്റെ കോട്ടയായ തിരൂരങ്ങാടിയിലേക്ക് അദ്ദേഹത്തെ UDF അവിടെ അദ്ദേഹത്തിന് സമുദായത്തിന് വളരെ വോട്ടുകൾ കുറവാണ്, ബഹുഭൂരിപക്ഷം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ്. പക്ഷേ അവിടെ ഡോക്ടർ കരീം അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണ്, അദ്ദേഹത്തെ കൊണ്ടുവന്ന് നിർത്തി പേരിന്റെ പേരിൽ വോട്ട് കിട്ടുമെന്നാണ് തെറ്റിദ്ധരിച്ചത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ശ്രീ AK ആന്റണി ലീഗ് സ്ഥാനാർത്ഥികൾ ജയിച്ചതിനേക്കാൾ ഭൂരിപക്ഷത്തിനാണ് അവിടെ നിന്ന് തിരൂരങ്ങാടിയിൽ നിന്ന് അസംബ്ലിയിലേക്ക് പോയത്. അതാണ് സർ ലീഗ്, അതിനെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്കറിയുമോ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ തവണ 213 യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരുടെ പിന്തുണത്തോടെയാണ് ഒരു കൊടുങ്കാറ്റിനെ പോലെ ഞങ്ങളൊക്കെ ചെന്നത്. ഞങ്ങൾ UDSF ഭരണം പിടിച്ചെടുത്തു. വരും തലമുറ ഞങ്ങളുടെ കൂടെയാണ്. നിങ്ങൾ ഓർക്കണം സാർ, ഇവിടെ യൂത്ത് ലീഗ് പ്രവർത്തകനായ മുഹമ്മദ് കാസിം എന്ന സാധാരണക്കാരായ പ്രവർത്തകന്റെ ഫോണിൽ നിന്നാണ് ഈ കാഫിർ പ്രയോഗമുണ്ടായത് എന്നാണ് ഇവർ ആക്ഷേപിക്കുന്നത്. ആ മുഹമ്മദ് കാസിം സത്യം തെളിയിക്കാൻ നിങ്ങൾ അറിയണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി അദ്ദേഹം കേസ് ഫയൽ ചെയ്തു. ആർക്കെതിരായി? അദ്ദേഹത്തിനെതിരായി. അന്വേഷിക്കണം, ഞങ്ങൾ നിരപരാധിയാണ്, അന്വേഷിക്കാൻ ഉത്തരവിട്ടു. പോലീസ് കാസിം നിരപരാധിയാണ് എന്ന റിപ്പോർട്ട് നൽകി. ഉടനെ തന്നെ KK ലതിക ഷോട്ട് പിൻവലിച്ചു. ഉടനെ തന്നെ ശ്രീമതി ലതിക വാട്സാപ്പ് ലോക്ക് ചെയ്തു. എന്തിനു വേണ്ടിയാണ് സാർ? അതുകൊണ്ട് കാനത്തിൽ ജമീല ലീഗിനായി കൊണ്ടുവന്ന തൊപ്പി ശ്രീമതി KK ലതികയുടെ തലയിൽ ചാർത്തുന്നതാണ് നല്ലത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങൾ തോറ്റു, തിരിച്ചു വരും എന്ന് പറയുന്നു. തോൽക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് പഠിക്കൽ നല്ലതാണ്. ഒന്ന്, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഇത് വ്യതിചലിച്ച് തീവ്ര വലതുപക്ഷത്തിലെത്തി. എന്നും നിങ്ങൾ സഹായിക്കുന്ന സർക്കാർ ജീവനക്കാരെ മറന്നു. നേതാക്കൾക്ക് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഇല്ലാതെ പോയി. സാധാരണക്കാരെയും തൊഴിലാളി വർഗത്തെയും ഷോക്കേസിലാക്കി. സമസ്ത മേഖലകളിലും പാർട്ടിവൽക്കരണം നടപ്പാക്കി. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കടക്കടി വർദ്ധിച്ചു. വർഗീയ പ്രചരണവും ബോംബ് നിർമ്മാണവും മുതലാളിത്ത പ്രേമവും അഹങ്കാരവും ധാർഷ്ട്യവും ധൂർത്തും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വന്നുകൂടിയപ്പോൾ ജനങ്ങൾ നൽകിയ ചാട്ടവാർ അടിയാണ് സർ ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഞങ്ങൾ ഓർമ്മിക്കുകയാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ഓർക്കുന്നത് നല്ലതാണ്. നിങ്ങൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic. അതിൽ പറയുന്ന മതേതരത്വത്തിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമാണ് മുസ്ലിം ലീഗ് സർ. ഞങ്ങളുടെ നേരെ ആക്രമണം നടത്താൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ധനാഭ്യർത്ഥനയെ ഞാൻ എതിർക്കുന്നു. അവസാനിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് സർ, ഒറ്റ വാക്ക്. എന്റെ മണ്ഡലത്തിൽ എല്ലാ യോഗത്തിലും ആവശ്യപ്പെടുന്നതാണ്. അവിടെ മഞ്ചേരി മുനിസിപ്പാലിറ്റി എല്ലംപറയിൽ ഒരു LP സ്കൂൾ ഹൈക്കോടതി അനുവദിച്ചു, പക്ഷേ ഇവർ നൽകുന്നില്ല. അവിടുത്തെ പുല്ലൂരിൽ UP സ്കൂൾ ഹൈസ്കൂൾ ആക്കണം, അനുവദിക്കുന്നില്ല. ആക്കപ്പറമ്പിൽ നിന്ന് നിങ്ങളുടെ പട്ടിക്കാട് വരെയുള്ള റോഡ് അത് പുനരുദ്ധാരണം ചെയ്യണം, അനുവദിക്കുന്നില്ല. അതുകൂടി അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ സാർ. ഞാൻ ഈ ധനാഭ്യർത്ഥനയെ എതിർക്കുന്നു.